ബി.ജെ.പിയിലെ പൊട്ടിത്തെറി കൊഴിഞ്ഞു പോക്കൊക്കെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിവാദങ്ങളും വാക്പോരുകളും സമൂഹ മാധ്യമങ്ങളിലാണ് നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ് ഓരോ പോസ്റ്റ് ഇടുന്നതിലും ഒക്കെ. പാലക്കാടിന് പിന്നാലെ ഇപ്പോൾ വയനാട്ടിലും ബി.ജെ.പിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടായിരിക്കുന്നു. ബി.ജെ.പി ജില്ലാ മുൻ അധ്യക്ഷൻ കെ.പി. മധു ആണ് പാർട്ടി വിട്ടത്. കമൽ വിവരങ്ങൾ നൽകും. കമൽ, എന്തു പറഞ്ഞുകൊണ്ടാണ്? നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയാണോ പാർട്ടി വിടൽ? ഇത് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ചേക്കേറാനുള്ള തീരുമാനമാണോ? എന്താണ്? ദിവേഷ്, വയനാട് ജില്ലയിലും ബി.ജെ.പിയിൽ കലാപക്കൊടി ഉയരുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി വരെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന കെ.പി. മധു പാർട്ടി വിട്ടിരിക്കുന്നു. അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് ഇവിടെ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിന്റെ പേരിലാണ് അന്ന് അദ്ദേഹത്തെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഈ ഏത് സാഹചര്യത്തിലാണ് പാർട്ടി വിടുന്നത് എന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ രാജിവെച്ചു. അതെ, ഇങ്ങനെ ഗ്രൂപ്പ് കളിക്കാനും തമ്മിലടിക്കാനാണ് ഇപ്പോൾ ബി.ജെ.പി വേണോ നിർബന്ധമില്ലല്ലോ. നമ്മളൊക്കെ ബി.ജെ.പി ചേർന്നത് ഗ്രൂപ്പ് കളിക്കാനോ തമ്മിലടിക്കാനോ കുസ്തി കളിക്കാനോ വേണ്ടിയിട്ടല്ല, ശരിയായ രാഷ്ട്രീയം പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കേരളത്തിൽ രണ്ട് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് പാലക്കാട് പോലും കാണുന്നില്ല. രണ്ട് ഗ്രൂപ്പ് കളിയുടെ ഭാഗമായിട്ടാണ് പാലക്കാട് ഉണ്ടായ ഈ വിഷയങ്ങൾ പോലും. പാലക്കാട് സ്ഥാനാർത്ഥിത്തെയും ആ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ വയനാട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കി, അങ്ങനെ രണ്ട് ഗ്രൂപ്പിന് വീതം വെച്ച് കൊടുത്തു. അങ്ങനെ വീതം വെച്ച് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രത്യാരോപണങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഗുസ്തി കളിക്കാൻ എന്തിനാ പിന്നെ ഈ ബി.ജെ.പി നിൽക്കുന്നത്? അത് സംസ്ഥാന നേതൃത്വത്തോട് തന്നെ വിയോജിപ്പുണ്ട്. സംസ്ഥാന നേതൃത്വത്തിനോട് തന്നെ വിയോജിപ്പുണ്ട്. കാരണം എന്തിൻ്റെ പേരിലാണ് പിന്നെ എന്നെ മാറ്റി നിർത്തിയത്? ഒരു പ്രസ്താവനയുടെ പേരിലാണ്. 9 മാസം പൂർത്തീകരിക്കാൻ പോവുക. 9 മാസം പൂർത്തീകരിച്ച് 10ാമത്തെ മാസത്തിലേക്ക് കിടക്കുകയാണ്. ആ മാറ്റി നിർത്തപ്പെട്ട ആളുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വെക്കണ്ടേ? സംസ്ഥാന അധ്യക്ഷൻ എന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതിന് ശേഷം ഇതുവരെ വിളിച്ചോ? ഒരു ബന്ധമില്ലല്ലോ. അപ്പോൾ ആളുകളെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കണ്ടേ? സന്ദീപ് വാര്യർ ഇതേ കാര്യം തന്നെ പറഞ്ഞു, കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ കൂടെ നിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ മാറ്റിയത്? സാധാരണ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാദ പ്രസ്താവനകൾ നടത്താത്ത ഏത് നേതാവാണ് ഇന്ത്യ രാജ്യത്തുള്ളത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഇരിക്കാൻ യോഗ്യനാണോ? നികഷ്ടജീവി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ ശേഷം താങ്കളെ മാറ്റി നിർത്തിയതിനു ശേഷം സംസ്ഥാന പ്രസിഡന്റ് വയനാട്ടിൽ മത്സരിച്ചൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആ കാലത്ത് പോലും താങ്കളെ കോൺടാക്ട് ചെയ്യോ അതിലൊരു പങ്കാളിത്തം? സമയത്ത് ഞാൻ ലൈവായിരുന്നല്ലോ. ഇനിയിപ്പോൾ എന്നെ കൊണ്ടൊരു വിഷയം വേണ്ട, കാരണം മാറി നിന്നുകൊണ്ട് പരാതി കൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വളരെ ലൈവായിരുന്നല്ലോ. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ട് കഴിഞ്ഞു. ഞാൻ പിന്നെ പോയത് 2.5 മാസക്കാലം ഞാൻ സുഖമില്ലാതെ ഈ വീട്ടിലിരുന്നു. എൻ്റെ വീട്ടിൽ സുഖമില്ലാതെ ഞാനിരുന്നു. ഒരു നേതാവ് എന്നെ വിളിച്ചില്ല, ഒരാൾ പോലും ഞാനുമായിട്ട് ബന്ധപ്പെട്ടില്ല. പിന്നെ കുറച്ച് നാളത്തേക്ക് ആ പ്രളയകാലം ഉണ്ടായല്ലോ വയനാട് ജില്ലയിൽ. ഈ പ്രളയകാലം ഉണ്ടായപ്പോൾ ഈ വയനാട് ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ആ സ്ഥലം ഇന്നുവരെ സന്ദർശിക്കാത്ത ഒരേ ഒരു ഞാൻ മാത്രമാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ വന്നല്ലോ, വയനാട് ജില്ലയിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേ ഇവിടെ നിന്നിട്ടാണ് ആ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത്. ഒരിക്കൽ പോലും എന്നെ വിളിച്ചിട്ടില്ല. എന്താണ് നിങ്ങൾ ഇങ്ങോട്ട് വരാത്തത്, നിങ്ങൾ എന്താ കാണാത്തത് എന്ന് എന്നോട് ചോദിക്കണ്ടേ? ചോദിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. ഈ സംസ്ഥാന പ്രസിഡന്റ് വയനാട് ജില്ലയിൽ അദ്ദേഹം വളരെ സ്വാധീനമുള്ള, അദ്ദേഹം എപ്പോഴും വരുന്നതാണ്. വയനാട് ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു നിയന്ത്രണത്തിലാണ്. ഈ വയനാട് നേതൃത്വം ഏത് രീതിയിലാണ് പോകുന്നത്? അതിന്റെ ഒരു കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഈ നിലവിൽ പ്രസിഡന്റ് ഇൻചാർജ് ആയിട്ടുള്ള ആൾ ഇതുവരെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഈ ഇന്നുപോലൊക്കെ കാര്യങ്ങളുണ്ടോ, നിങ്ങൾ പങ്കെടുക്കണം. ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ആ ഇലക്ഷൻ്റെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോയി. ആ സ്ഥാനാർത്ഥിക്ക് മര്യാദ ഉണ്ടായിരുന്നു, അവരെന്നെ വിളിച്ചു. പക്ഷേ ഈ ടീമിൽപ്പെട്ട ആരെങ്കിലും, അതിൻ്റെ ജില്ലാ പ്രസിഡന്റ്, അതിൻ്റെ ഇൻചാർജ് വഹിച്ചിട്ടുള്ള ആളുകൾ, അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോകും. ഒരു മുൻ ജില്ലാ പ്രസിഡന്റ് അല്ലേ, ആണ് വിളിക്കണ്ടേ? താങ്കളെ പൂർണ്ണമായും സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ അവഗണിച്ചു എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് അവഗണിച്ചു. ഇപ്പോൾ ഒരു സർക്കാർ തലത്തിൽ ഒരാൾക്കൊരു നടപടി എടുത്താൽ 6 മാസം കഴിഞ്ഞിട്ട് അത് തിരിച്ചെടുക്കും, അല്ലെങ്കിൽ അതിന് വേണ്ട മറ്റു കാര്യങ്ങളിലേക്ക് പോകും. ആ തസ്തിക തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വേറെ ഏതെങ്കിലും എവിടെയെങ്കിലും ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി? ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. അത് വേണ്ടേ? ഇതൊരു പൊതുപ്രവർത്തനമല്ലേ, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. താങ്കൾ ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളായിരുന്നല്ലോ. യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, ഒരുപാട് സ്ഥാനങ്ങൾ. യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. ഞാനിവിടെ അടിസ്ഥാനപരമായിട്ട് താഴെ ബൂത്ത് തലത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഒരു സാധാരണ. ശരി കമൽ, എന്തായാലും അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിനെ കുറിച്ചും നിലവിൽ ആലോചിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു അല്ലേ ഇതുവരെയുള്ള പ്രതികരണത്തിൽ നിന്ന്? മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുണ്ട്,
യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ആയിട്ടുണ്ട്, പാർട്ടിയുടെ വിവിധ ചുമതലകൾ ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ട്, ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ ഈ പാർട്ടി വിട്ട് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ചേരുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ സംഘപ്രചാരകനായിരുന്നു എന്ന് പറയുന്നു. സംഘത്തിന്റെ പ്രചാരകനായിരുന്നില്ല, സംഘത്തിന്റെ പ്രവർത്തകനായിരുന്നു. സംഘത്തിലൂടെയാണ് ഈ പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകണമെന്നുള്ളത് ഇതുവരെ ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷേ ഭാവിയിൽ എവിടെയെങ്കിലും പോയി കൂടാകിയില്ല. ദിവിഷ്, അതാണ് അദ്ദേഹം പറയുന്നത്. ഈ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ, അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഒരു നേതാവാണ്, ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാറ്റി നിർത്തി. സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ മത്സരിച്ചിട്ട് പോലും അദ്ദേഹത്തെ വിളിക്കുകയോ അദ്ദേഹം സുഖമില്ലാതെ കിടന്നപ്പോൾ അന്വേഷിക്കുക പോലും ചെയ്തില്ല. ആകെ നവ്യ ഹരിദാസാണ് ഈ കാലയളവിൽ അദ്ദേഹത്തെ വിളിച്ചതെന്ന് പറയുന്നു. മറ്റൊരു നേതാവും അദ്ദേഹത്തോട് ബന്ധപ്പെട്ടില്ല, ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ടായില്ല. കടുത്ത അവഗണനയാണ്, ഗ്രൂപ്പ് കളിയാണ് നടക്കുന്നത് എന്നാണ് ശ്രീ കെ പി മധു വ്യക്തിപരമായ അവഗണനകൾ അല്ലെങ്കിൽ മാറ്റി നിർത്തലുകൾ ഒക്കെ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ പി മധു, മുൻ ജില്ലാ അധ്യക്ഷനാണ് വയനാട്ടിലെ BJP-യുടെ, അദ്ദേഹവും പാർട്ടി വിടുന്നുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്.